നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ കയറി അധികം വൈകും മുമ്പ് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ചങ്ങലയിട്ട നിലയിൽ സൈനിക വിമാനത്തിൽ അതാത് രാജ്യങ്ങളിൽ എത്തിച്ചിരുന്നു. ഇതിനു പിന്നാലെ ബ്രിട്ടൻ അടക്കം ലോകരാജ്യങ്ങൾ ഇതേ നിലപാട് തന്നെ എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ വെട്ടിലാകുന്നത് പ്രവാസികൾ തന്നെ. പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാരെ ഒറ്റയടിക്ക് നാടുകടത്താൻ കെൽപ്പുള്ള വജ്രായുധമായി മാറാവുന്ന സ്പോൺസർഷിപ്പ് ലൈസൻസ് നിയമ പരിഷ്കരണം നടന്നാൽ അടുത്ത കാലത്ത് കുടിയേറിയ അനേകായിരം മലയാളികളുടെ UK-യിലെ ഭാവി തന്നെ തുലാസിലാകുമെന്ന് തീർച്ചയാണ്. 3 വർഷത്തെ വിസയ്ക്ക് ശേഷം പുതുക്കാൻ ഹോം ഓഫീസിനെ സമീപിക്കേണ്ടവർക്ക് തങ്ങളുടെ തൊഴിലുടമ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ നാടുവിട്ടു പോകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള സാഹചര്യം. ഇതുവരെ തൊഴിലുടമ നിയമലംഘനം നടത്തിയാൽ മാത്രം സ്പോൺസർഷിപ്പ് ലൈസൻസ് റദ്ദാക്കാം എന്ന നിയമം പോലും പൊളിച്ചെഴുതണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന വാദം. അതായത് സ്പോൺസർഷിപ്പ് ലൈസൻസിന്റെ പേരിൽ കൂടുതലായി വിദേശത്തു നിന്നും ജീവനക്കാരെ റിക്രൂട്ട് ചെയ്തു എന്ന് ബോധ്യമാവുകയാണെങ്കിൽ ഹോം ഓഫീസിന് ലൈസൻസ് റദ്ദാക്കാനുള്ള അധികാരം നൽകും വിധം നിയമമാറ്റം വേണമെന്നാണ് UK-യിലെ ഏറ്റവും വലിയ തൊഴിൽ സംഘടനകളിലൊന്നായ യൂനിസൺ അവകാശപ്പെട്ടത്. ലേബർ പാർട്ടിക്ക് നിർണായക സ്വാധീനമുള്ള യൂനിസൺ നടത്തിയ ഈ ആവശ്യത്തോട് അനേകം MP-മാർ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതോടെ സമീപ ഭാവിയിൽ തന്നെ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാനും സാധ്യത ഏറെയായിരിക്കുകയാണ്. പാർലമെന്റിൽ ഡിബേറ്റ് ഹാളിൽ ഇതിനകം അനേകം MP-മാർ അനൗപചാരികമായി ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് കുടിയേറ്റക്കാർ എത്താൻ കാരണമായത് സ്പോൺസർഷിപ്പ് പദവി ദുരുപയോഗം ചെയ്തതുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും ബോധ്യമായ നിലയിലാണ് നടപടിയെടുത്തിട്ടുള്ളത്. പ്രധാനമായും കെയർ വിസയിലേക്ക് 10,000 മുതൽ 25,000 പൗണ്ട് വരെ കൈക്കൂലി വാങ്ങിയാണ് വിസ നൽകിയത് എന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ പോലും അനധികൃത വിദേശികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കയ്യും കെട്ടി നിൽക്കാതെ കിട്ടിയ അവസരം മുതലാക്കാൻ തന്നെയാണ് ബ്രിട്ടനും തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം മാത്രം നടന്നത് 1000-ഓളം റെയ്ഡുകളാണ്. റെസ്റ്റോറൻറ്റുകൾ, ടേക്ക് എവേ കേന്ദ്രങ്ങൾ, നെയിൽ പാർലറുകൾ, ബാർബർ ഷോപ്പുകൾ, കെയർ ഹോമുകൾ തുടങ്ങി സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. ഇതോടെ 100 കണക്കിന് ആളുകളാണ് തിരിച്ചയക്കാൻ ഡിറ്റൻഷൻ സെന്ററുകളിൽ എത്തിച്ചത്. മലയാളി കുടുംബങ്ങൾ അടക്കം അനേകം പേരെ നാടുകടത്തി തുടങ്ങിയതോടെ നിയമാനുസൃതമെത്തിയ കുടിയേറ്റക്കാർ പോലും അല്പം ഭയാശങ്കയിലാകുന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. പൗരത്വത്തിനായി അപേക്ഷിച്ചവരെ വിലയിരുത്തുന്ന ജീവനക്കാർക്ക് അപകടകരമായ വിധത്തിൽ യാനത്തിലും മറ്റും യാത്ര ചെയ്ത് ബ്രിട്ടനിൽ എത്തുന്നവർക്ക് ഇത്തരം പൗരത്വം ഇനി നിഷേധിക്കുവാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അഭയത്തിനായി അപേക്ഷിച്ച 71,000 പേർക്ക് പൗരത്വം നിഷേധിക്കപ്പെടാൻ ഈ നീക്കം കാരണമാകുമെന്നാണ് റെഫ്യൂജി കൗൺസിൽ പറയുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഇമിഗ്രേഷൻ ബാരിസ്റ്റർ പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര തന്നെ വിലപ്പോകുന്നതല്ല എന്നാണ് യഥാർത്ഥ നിയമ ഉപദേശകർ പറയുന്നത്. തൊഴിലുടമകൾ തങ്ങളുടെ നിയമപരമായ ജോലിയിൽ വിട്ടുവീഴ്ച കാണിക്കുക മാത്രമല്ല ദുരുപയോഗം ചെയ്യാറുമുണ്ട് എന്നാണ് യൂണിസൺ ഉയർത്തുന്ന മറ്റൊരാക്ഷേപം. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ സംഘടനകളിൽ ഒന്ന് എന്ന നിലയിൽ ഇവർ ഉയർത്തിയ ആക്ഷേപത്തിന് വ്യാപകമായ പിന്തുണ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നതും. കുടിയേറ്റക്കാർക്ക് പണം വാങ്ങി വിസ നൽകുക എന്നതിൽ കെയർ ഹോം ഉടമകൾ വ്യാപൃതരായിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർത്തുന്നത് പ്രമുഖ പത്രങ്ങൾ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ഈ രംഗത്തെ ചൂഷണം വളരെ വ്യക്തമായി സർക്കാരിന് ബോധ്യമുണ്ട് താനും. ഇത് കുടിയേറ്റ മന്ത്രി സീമ മൽഹോത്ര തന്നെ സമ്മതിക്കുകയും ചെയ്തു. സർക്കാർ ഇരുട്ടിൽ തപ്പുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഇത് എന്നാണ് മന്ത്രി പറയുന്നത്. UK വിസ സ്പോൺസർഷിപ്പ് എന്നത് പ്രോബ്ലമാറ്റിക് ആയി കഴിഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.